ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ 12ാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ 12ാമത്തെയും അവസാനത്തെയുമായ അധ്യായമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഏറെ വർഷം നീണ്ടുനിന്ന നിങ്ങളുടെ വിശ്വാസ പരിശീലനത്തിലെ തന്നെ അവസാനത്തെ അധ്യായമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഈ അധ്യായത്തിൻ്റെ പേരാണ് ഞാൻ ഈശോയുടെ സാക്ഷി. ഐ ആം എ വിറ്റ്നസ് ഓഫ് ജീസസ്. അതെ, സാക്ഷി അല്ലെങ്കിൽ വിറ്റ്നസ് എന്ന പദം നമ്മുടെ നിത്യജീവിതത്തിൽ പല പ്രാവശ്യം നാം ഉപയോഗിക്കുന്നതും കേൾക്കുന്നതുമൊക്കെയാണ്. സാക്ഷി അല്ലെങ്കിൽ വിറ്റ്നസ് എന്ന വാക്ക് അതിനാൽ തന്നെ ഉദ്ദേശിക്കുന്നത് നാം മറ്റൊരാളെക്കുറിച്ച് നടത്തുന്ന പരസ്യമായ ഒരു സത്യപ്രസ്താവനയാണ്. നാം ആഴത്തിൽ അനുഭവിച്ച, നാം കണ്ടു മനസ്സിലാക്കിയ, കേട്ടു മനസ്സിലാക്കിയ മറ്റൊരാളെക്കുറിച്ചുള്ള ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്ത ഒരു പ്രവൃത്തി തീർച്ചയായും സത്യമാണ്, അതിൽ യാതൊരു കലർപ്പുമില്ല എന്ന് മറ്റു ചിലരുടെ മുൻപിൽ വേറൊരാളെക്കുറിച്ച് നാം ഏറ്റുപറയുന്നതിനെയാണ് സാക്ഷി പറയുക അല്ലെങ്കിൽ സാക്ഷി, വിറ്റ്നസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ നേരിട്ട് കണ്ട കാര്യമാകുമ്പോൾ നമ്മൾ അതിനെ ദൃക്സാക്ഷി എന്ന് പറയുന്നു, ഐ വിറ്റ്നസ് എന്ന് പറയുന്നു. നമുക്കറിയാം, പ്രത്യേകിച്ചും കോടതി വ്യവഹാരങ്ങളിലും മറ്റും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ദൃക്സാക്ഷി എന്നുള്ളത്. കാരണം ഒരാൾ ചെയ്തത് നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ ചെയ്ത കാര്യം അല്ലെങ്കിൽ ആ പ്രത്യേക പ്രവൃത്തി എത്രത്തോളം സത്യമാണ്, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് ലോകത്തിന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ് ഒരു സാക്ഷി ഉണ്ടാവുക എന്നുള്ളത്. ഇത്തരത്തിൽ ഈ പാഠം സൂചിപ്പിക്കുന്നത് പോലെ നമ്മളെല്ലാവരും സാക്ഷികളാണ്. ആരുടെ സാക്ഷികൾ എന്നാണ് ചോദ്യം? അതെ, ഈശോയുടെ സാക്ഷികളാണ്. ആ സാക്ഷികളാവാനാണ് ഈ 12 വർഷം നാം വിശ്വാസ പരിശീലനം അഭ്യസിച്ചത്. കുറേ കാര്യങ്ങൾ നാം കണ്ടും കേട്ടും ആഴത്തിൽ അനുഭവിച്ചും മനസ്സിലാക്കിയത്. നമുക്കൊന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഏറ്റവും ആഴത്തിൽ സ്വാധീനിച്ച ഏതെങ്കിലും വ്യക്തികളോ അനുഭവങ്ങളോ നമുക്കുണ്ടോ എന്ന്. അങ്ങനെയൊരു വ്യക്തിയോ അനുഭവമോ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ആഴമായി നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച്, അത്തരം അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ കുറേ പേരോട് പല സന്ദർഭങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടാകും. കാരണം നിങ്ങൾ സത്യമായി ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു വലിയ സഹായമായ, നിങ്ങളെ അത്രയധികം ഹെൽപ്പ് ചെയ്തൊരു കാര്യം മറ്റുള്ളവരോട് തുറന്നു പറയാനും അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നിങ്ങൾ അറിയാതെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും, തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ അനുഭവങ്ങളോ ഈ വ്യക്തിയോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ആഴമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഏതൊരു വ്യക്തിയും ആ അനുഭവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ ഒരു കാര്യം 2000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ സംഭവിച്ചു. ഭൂമിയിൽ ജന്മമെടുത്ത വചനം മനുഷ്യാവതാരമായി ഭൂമിയിലേക്ക് വന്ന ഈശോ മിശിഹ തൻ്റെ കൂടെ കുറച്ചു പേരെ കൂട്ടി. മനുഷ്യരെ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് തൻ്റെ കൂടെ കൂട്ടിയ അവർക്ക് മുന്നേ നടന്നുകൊണ്ട് സത്യദൈവത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും പ്രസംഗിച്ച് പീഡാനുഭവങ്ങളേറ്റ് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈ ഈശോയെ അത്രയധികം ആഴത്തിൽ അനുഭവിച്ചു ഈ കൂടെ കൂടിയവർ. യേശുവിൻ്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും നേരിട്ട് കണ്ട അവർക്ക് ഈ ആഴമായ ഈശോ അനുഭവം രഹസ്യമായി വെക്കാനായില്ല. ആ തീക്ഷ്ണമായ ദൈവാനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കാൻ സാധിച്ചില്ല. അവർ ലോകം മുഴുവനും ഓടി നടന്ന് വ്യഗ്രചിത്തതയോടെ, അധികാരികളെ ഭയക്കാതെ, തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ തങ്ങളും വരിക്കാൻ പോകുന്ന മരണത്തെ പോലും ഭയക്കാതെ തങ്ങൾ ആഴമായി അനുഭവിച്ചറിഞ്ഞ സത്യത്തെ, പൂർണ്ണമായ സത്യത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. അതായത് തങ്ങൾ കണ്ടതിനെ അവർ അനുഭവിച്ചു, ആരാധിച്ചു, അതിനെ പ്രഘോഷിച്ചു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ സാക്ഷികളായി, അവർ കണ്ടതിന് ദൃക്സാക്ഷികളായി, അവർ കണ്ട സത്യത്തിൻ്റെ സാക്ഷികളായി. അപ്പോൾ നമ്മെ ഒരുപാട് സ്നേഹിച്ച് നമുക്ക് വേണ്ടി നിലകൊണ്ട് നമുക്ക് വേണ്ടി രക്തം ചിന്തിയ നമ്മുടെ ഈ സ്വന്തം ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ നമുക്കും ചുമതലയില്ലേ? ഈശോയെ നമുക്ക് ലഭിച്ചതുപോലെ മറ്റുള്ളവർക്ക് ലഭിക്കുവാൻ ഒരവസരം ഉണ്ടാക്കേണ്ടത് നമ്മുടെയും ചുമതലയല്ലേ? അതെ, അതുകൊണ്ട് നമുക്കും പോകാം യേശുവിൻ്റെ പിന്നാലെ, യേശുവിന് സാക്ഷികളായി തീരാൻ. യേശുവിനെ ആഴത്തിൽ അനുഭവിക്കാൻ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ ലഭിച്ചവരാണ് നമ്മളും. ഓരോ ദിവസവും ദിവ്യകാരുണ്യത്തിലൂടെ, ഓരോ ദിവസവും ദൈവപരിപാലനയിലൂടെ, എണ്ണമറ്റ ഓരോ സംഭവങ്ങളിലൂടെ
ഈശോയുടെ കരസ്പർശം, ഈശോയുടെ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഈശോയ്ക്ക് സാക്ഷികളാകാൻ പോകുക എന്നുള്ളത് നമ്മുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യമാണ്. പിതാവായ ദൈവത്തിനെ ലോകത്തിന് നൽകുക വഴി ദൈവരാജ്യ സ്ഥാപനം തൻ്റെ ജീവിതം വഴി ഈശോ നിർവഹിച്ചു. ഈശോ പറഞ്ഞതും പ്രവർത്തിച്ചതും മനുഷ്യരക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തീകരിച്ചതുമായ എല്ലാ കാര്യങ്ങളും ലോകമെങ്ങും പോയി പ്രഘോഷിക്കാൻ ശിഷ്യന്മാരെയും ഈശോ നിയോഗിച്ചു. ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരോട് ഇങ്ങനെയാണ് പറഞ്ഞത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണാം, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. തങ്ങളുടെ പ്രധാന ദൗത്യമായി ഏറ്റെടുത്ത് ഈ കൽപ്പന ആദിമകാലം മുതലേ സഭ തുടർന്നുകൊണ്ടിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിലെ 425-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, എല്ലാവരെയും ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭം മുതലേ ക്രിസ്തു ശിഷ്യർക്ക് അവിടുത്തെ പ്രഘോഷിക്കുവാൻ തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. അതെ, മാമോദീസ സ്വീകരിച്ച ഈശോയുടെ ശിഷ്യരായ നമ്മുടെ കടമയാണ് സുവിശേഷ പ്രഘോഷണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രധാനപ്പെട്ടതും നമ്മുടെ ഏറ്റവും പരമവുമായ കടമയും അതുതന്നെയാണ്. ഒരു വിശ്വാസിക്കും സഭയിലെ ഒരു സ്ഥാപനത്തിനും എല്ലാ ജനതകളെയും സുവിശേഷം അറിയിക്കുക എന്ന പരമപ്രധാനമായ കർത്തവ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയുകയില്ല. അതെ, ഈശോ നമ്മെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്വവും ഏറ്റവും വലിയ കടമയുമാണ് സുവിശേഷവത്കരണം അല്ലെങ്കിൽ ഇവാഞ്ചലൈസേഷൻ എന്ന ദൗത്യം. അപ്പോൾ എന്താണ് ഈ സുവിശേഷവൽക്കരണത്തിൻ്റെ രീതി? എന്താണ് ഈ ഇവാഞ്ചലൈസേഷൻ്റെ പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത്, സുവിശേഷവത്കരണ പ്രക്രിയ എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഒരു വിശ്വാസ പ്രഘോഷണമാണ്. അതായത് നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ ഫെയ്ത്തിൻ്റെ പ്രൊക്ലമേഷനാണ് ഈ സുവിശേഷവത്കരണ പ്രക്രിയ എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, ഈശോയുടെ ശിഷ്യനെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാൾ ഈശോ തന്ന വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ, ആ വിശ്വാസം പബ്ലിക്കിന് മുന്നിൽ ഏറ്റുപറയുകയും ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു വിശ്വാസം മനസ്സിൽ കാത്തുസൂക്ഷിക്കുകയും വിശ്വാസിയായി ജീവിക്കുകയും മാത്രം പോരാ, ആ വിശ്വാസത്തെ ഏറ്റുപറയാനും സാക്ഷ്യം വഹിക്കാനും അത് പ്രചരിപ്പിക്കാനും കൂടി തയ്യാറാകണം. അതുകൊണ്ട് തന്നെ സുവിശേഷവത്കരണം എന്ന് പറയുന്നത് അടിസ്ഥാനമായി ഒരു വിശ്വാസിയുടെ വിശ്വാസ പ്രഘോഷണമാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് സുവിശേഷത്തിന്റെ ജീവനുള്ള ശബ്ദം സഭയിലും സഭയിലൂടെ ലോകത്തിലെങ്ങും മുഴങ്ങുന്നത് എന്ന് ദൈവർഭം, ദൈവവചനം എന്ന കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എങ്ങനെയാണ് ഈ വിശ്വാസ പ്രഘോഷണം നടക്കുന്നു എന്നുള്ളത് ദൈവീക വെളിപാട് അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളും വഴി കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെയാണ് ഈ വിശ്വാസ പ്രഘോഷണം നടക്കുന്നത്. ഈ ദൈവീക വെളിപാട് കൈമാറ്റം ചെയ്യപ്പെടുന്നത് 2 കാര്യങ്ങളിലൂടെയാണ്. ദൈവീക വെളിപാട്, ദൈവനിവേശിതമായി എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമുണ്ട്. ദൈവീക വെളിപാട് വെളിപ്പെട്ട് കിട്ടിയ സ്ലീഹന്മാരുടെയും പരിശുദ്ധ കന്യാമാതാവിൻ്റെയും അവരുടെ പിൻഗാമികളുടെയും പാരമ്പര്യത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതിനെ വിശുദ്ധ പാരമ്പര്യം എന്ന് നാം പറയുന്നു. ഇത്തരത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് തിരുസഭയിലൂടെ എല്ലാവരിലേക്കും എത്തുന്നു. ഇങ്ങനെയാണ് വിശ്വാസ പ്രഘോഷണത്തിൻ്റെ രീതി. തങ്ങളുടെ പ്രസംഗം വഴിയും ജീവിത മാതൃക വഴിയും മിശിഹായുടെ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും സമ്പർക്കത്തിൽ സ്വീകരിച്ച കാര്യങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിൽ നിന്നും ശിഷ്യന്മാർ ഈ ദൈവിക വെളിപാട് ലോകത്തിന് കൈമാറിയവരാണ്. മിശിഹായുടെ മനുഷ്യാവതാരത്തിലൂടെ പൂർത്തിയായ ദൈവിക വെളിപാട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, വിശുദ്ധ പാരമ്പര്യത്തിലൂടെ ഒന്നായി ചേർന്ന് ഒരു പൊതു ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ ദൈവിക വെളിപാടിനെ പ്രഘോഷണം ചെയ്യപ്പെടുന്നത്. വിശുദ്ധ ഗ്രന്ഥം ഒറ്റയ്ക്കോ വിശുദ്ധ പാരമ്പര്യം ഒറ്റയ്ക്കോ അല്ല, വിശുദ്ധ ഗ്രന്ഥവും ദൈവിക പാരമ്പര്യങ്ങളും ചേർന്നാണ് തിരുസഭയുടെ പഠിപ്പിക്കലുകളിലൂടെ ഈ ദൈവിക വെളിപാടിനെ നാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. നമ്മോട് ആരോടെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസം കൈമാറുന്നത് എന്ന്? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിന് വളരെ വ്യക്തമായ ഉത്തരമുണ്ട്. നാം വിശ്വാസം കൈമാറുന്നതിൻ്റെ കാരണം ഈശോയുടെ കൽപ്പനയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം: ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുക. എന്താണ് ഇവാഞ്ചലൈസേഷൻ അല്ലെങ്കിൽ സുവിശേഷവത്കരണ പ്രക്രിയ എന്നും എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്നും നാം കണ്ടു.
അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം മറ്റുള്ളവർക്ക് ഈശോയായി തീരണമെന്നുള്ളത്. സുവിശേഷ പ്രഘോഷണം നടത്തുന്ന, സുവിശേഷവത്കരണം നടത്തുന്ന നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഈശോയുടെ മുഖമായി തീരണം. ഒരു ക്രിസ്ത്യാനി എപ്പോഴും തന്നോട് തന്നെ ഇപ്രകാരമാണ് പറയേണ്ടത്: കർത്താവിന് എന്നെ ആവശ്യമുണ്ട്, എനിക്ക് മാമോദീസയും സ്ഥൈര്യലേപനവും നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവത്തെപ്പറ്റി അറിയാനും സത്യത്തിന്റെ അറിവിലേക്ക് വരാനും ചുറ്റുമുള്ളവരെ സഹായിക്കാൻ എനിക്ക് കടമയുണ്ട്. ഇതിന് നല്ലൊരു ഉപമ മദർ തെരേസ ഉപയോഗിക്കുന്നുണ്ട്. മദർ തെരേസ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ തെരുവുകളിലെല്ലാം വൈദ്യുത കമ്പികൾ ഉള്ളതായി നമുക്കറിയാം. പക്ഷെ അവയിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നില്ലെങ്കിൽ അവിടെ പ്രകാശമില്ല. മദർ തെരേസ പറയുന്നത് ഇങ്ങനെയാണ്: ഈ വൈദ്യുത കമ്പി എന്ന് പറയുന്നത് നിങ്ങളും ഞാനുമൊക്കെയാണ്. അങ്ങനെ അതിന് ലോകത്തിന് പ്രകാശം നൽകാൻ കഴിയണമെങ്കിൽ അതിലൂടെ വൈദ്യുതി, അതായത് ദൈവത്തെ ഒഴുകുവാൻ അനുവദിക്കണം എന്നുള്ളതാണ്. ഇപ്രകാരം വിശ്വാസ കൈമാറ്റം നിർവഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലേക്ക് പ്രകാശത്തെ, ഈശോ പഠിപ്പിച്ച പ്രകാശത്തിന്റെ സുവിശേഷത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് ആവില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്: പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള സുവിശേഷ പ്രഘോഷണവും ക്രിസ്തീയ ജീവിത സാക്ഷ്യവും മതബോധനവും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനാ നിർഭരമായ പ്രക്രിയയാണ് സുവിശേഷവത്കരണം എന്ന് പറയുന്നത്. അതായത് ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് സുവിശേഷത്തെ പ്രഘോഷിക്കലാണ്, അതായത് വിശ്വാസത്തെ പ്രഘോഷിക്കലാണ്, നമ്മുടെ ജീവിതത്തിലൂടെ അതിന് സാക്ഷ്യം നൽകുന്നതാണ്, മറ്റുള്ളവർക്ക് വിശ്വാസ പരിശീലനം കൊടുക്കുന്നതാണ്, മതബോധനം. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനാ നിർഭരമായ ഒരു പ്രക്രിയയാണ് സുവിശേഷവത്കരണം എന്ന് പറയുന്നത്. ഈ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിലൂടെ നാം നൽകുന്ന ക്രൈസ്തവ സാക്ഷ്യം. ക്രൈസ്തവ സാക്ഷ്യത്തിന് വിവിധ തലങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലൊന്നാമത്തേതാണ് കുടുംബം. ഒരു വ്യക്തി ഒരു ക്രൈസ്തവ ജീവിതത്തിൽ ജനിക്കുന്നതും വളരുന്നതും നിലനിൽക്കുന്നതും കുടുംബ അന്തരീക്ഷത്തിലാണ്. നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളായിരിക്കുന്നത് ഭൂരിഭാഗം പേരും തന്നെ, എല്ലാവരും അങ്ങനെയെന്നല്ല, നമ്മളിൽ ഭൂരിഭാഗം പേരും തന്നെ ക്രിസ്ത്യാനികളായിരിക്കുന്നത് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും അതിൽ നിലനിന്നതും കൊണ്ടാണ്. അതുകൊണ്ട് കുടുംബത്തിന് ക്രൈസ്തവ സാക്ഷ്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. വിശ്വാസത്തിന് സാക്ഷ്യം നൽകാനും പരിശീലിപ്പിക്കാനും ഏറ്റവും ആദ്യത്തെ വേദിയാണ് കുടുംബം. ഒരു കുടുംബത്തിൽ വിശ്വാസത്തിന് സാക്ഷികളായിക്കൊണ്ട് ദൈവവചനം അനുസരിച്ച് ദൈവവചനം പഠിപ്പിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ കുട്ടികളും സ്വാഭാവികമായി വിശ്വാസത്തിൽ നിലനിൽക്കുകയും വിശ്വാസത്തിൽ സ്ഥിരപ്പെടുകയും ചെയ്യും. ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ രണ്ടാമത്തെ തലമാണ് നമ്മുടെ ഇടവക. ഇടവക എന്ന് പറയുന്നത് അനേകം ക്രൈസ്തവ കുടുംബങ്ങൾ ചേർന്നുള്ള ഒരു പ്രാദേശിക സമൂഹമാണ്. നമ്മുടെ ഇടവകയിലെ ഞായറാഴ്ച ആചരണം, കൂദാശകളിൽ പങ്കുചേർന്നുകൊണ്ടുള്ള കൗദാശിക ജീവിതം, ഇടവകയിൽ നടക്കുന്ന സ്പിരിച്വൽ സെലിബ്രേഷൻസ്, ആത്മീയ ആഘോഷങ്ങൾ, ഇവയിലെ പങ്കാളിത്തം, ഇതിലെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഇടവകയിലെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കുടുംബ കൂട്ടായ്മ, ഭക്തസംഘടനകളുടെ പ്രവർത്തനം എന്നിവയിൽ വൈദികരും അൽമായരും സമർപ്പിതരും ഒക്കെ ചേർന്ന് ഉത്തരവാദിത്തങ്ങൾ പങ്കുവെച്ച് നാം പ്രവർത്തിക്കുമ്പോൾ ഈശോയ്ക്ക് സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. അത് ഈശോയ്ക്ക് സാക്ഷികളാകുക, ഈശോയുടെ സുവിശേഷത്തിന് സാക്ഷികളാകുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ വ്യക്തിഗത താല്പര്യങ്ങളോ നമ്മുടെ വ്യക്തിഗത അഭിപ്രായങ്ങളെയോ ഉയർത്തിക്കാട്ടാനോ വളർത്താനോ നാം എപ്പോഴൊക്കെ ശ്രമിക്കുന്നുവോ അവിടെ ഈ പ്രഥമ ലക്ഷ്യത്തിൽ നിന്ന് നാം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇനി ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ മൂന്നാമത്തെ തലമെന്ന് പറയുന്നത് നാം എല്ലാവരും അംഗമായിരിക്കുന്ന സമൂഹമാണ്. നമ്മുടെ കഴിവുകളും നമ്മുടെ പൊസിഷനുകളും ദൈവദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവമഹത്വത്തിനും നന്മയ്ക്കും വേണ്ടി അത് സമൂഹത്തിൽ ഉപയോഗിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ ഒരു സമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ നാനാജാതി മതസ്ഥരായ അനേകം ആളുകളോട് ചേർന്ന് നാം പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ നമ്മുടെ തൊഴിലിന്റെ ഭാഗമായി നമുക്ക് ചില സ്ഥാനങ്ങളുണ്ടാവും. നമ്മൾ ചില തൊഴിലിടങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് സമൂഹത്തിൽ നാം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആത്യന്തികമായി അത് ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കുമായി മാത്രം ഉപയോഗിക്കണം. നമ്മുടെ ശുശ്രൂഷാ മേഖലകളും പ്രവർത്തന മേഖലകളും ഈശോയുടെ സാക്ഷി നൽകുന്ന വേദികളായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അത് എത്ര പേരുമായി ഇടപഴകിയാലും എത്ര പേർ കൂടിച്ചേരുന്ന ഒരു സമൂഹമായാലും നമ്മുടെ പ്രവൃത്തിയിലൂടെ
ഈശോയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തീയ മൂല്യങ്ങൾക്കനുസരിച്ച് ഉത്തരവാദിത്തങ്ങളും പൗരധർമ്മങ്ങളും നിർവഹിക്കണം. രാഷ്ട്രത്തിനോടുള്ള കടമയും നമുക്ക് സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വവും ക്രിസ്തീയ ധാർമ്മികത ഉപയോഗിച്ച് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് എതിരായി വരുന്ന ഏതൊരു പ്രവൃത്തിയെയും ഏതൊരു ആശയത്തെയും എതിരിടാനും നിരാകരിക്കുവാനും നമുക്കാകണം. ഇത്തരത്തിൽ ക്രൈസ്തവ സാക്ഷ്യം നൽകുവാൻ നമുക്ക് സാധിക്കും. ഒന്നുകൂടി ആവർത്തിക്കാം. ക്രൈസ്തവ സാക്ഷ്യം 3 തലങ്ങളിലാണുള്ളത്. അത് കുടുംബത്തിലാണ് ആദ്യം തുടങ്ങുന്നത്, ഇടവകയിലാണ് അത് വളർന്നു വലുതാകുന്നത്, സമൂഹത്തിൽ അത് പകർന്നു കൊടുക്കപ്പെടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ഇടവകയിലും സമൂഹത്തിലുമെല്ലാം ക്രൈസ്തവ സാക്ഷ്യം നൽകുന്നവനാകുക? എന്തൊക്കെയാണ് അതിന് സ്വീകരിക്കാവുന്ന രീതികൾ എന്നുള്ളതാണ്. അത് ന്യായമായൊരു ചോദ്യമാണ്. നമുക്ക് ക്രൈസ്തവ സാക്ഷ്യം നൽകാനായിട്ട് ഒത്തിരി രീതികളുണ്ട്. എല്ലാവരും ഒരേ രീതി സ്വീകരിക്കണമെന്നില്ല. സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് പല രീതികളും സ്വീകരിക്കാം. പക്ഷേ അവിടെയെല്ലാം ആത്യന്തികമായി നാം ക്രിസ്തുവിൻ്റെ സുവിശേഷവും ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച നിത്യജീവനിലേക്കുള്ള സത്യദൈവ വിശ്വാസവുമാണ് പകർന്നു കൊടുക്കേണ്ടത്. ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ വിവിധ രീതികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെയാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഏറ്റവും വലിയ ഒരു ക്രൈസ്തവ സാക്ഷ്യമാണ്. മറ്റു തരത്തിലുള്ള ക്രൈസ്തവ സാക്ഷ്യങ്ങൾക്കുള്ള ശക്തി ലഭിക്കുന്നതും ഈ പ്രാർത്ഥനയിൽ നിന്ന് തന്നെയാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുന്നതും ഈ പ്രാർത്ഥനയിൽ നിന്ന് തന്നെയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 12-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സുവിശേഷ പ്രചാരണത്തിലെ പ്രതിസന്ധികൾ അതിജീവിക്കാൻ ശക്തി ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് എന്നുള്ളത്. പ്രാർത്ഥന നമ്മളെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി അതിനാൽ തന്നെ രേഖപ്പെടുത്തുന്നു. ബൈ ഡിഫോൾട്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുന്നു, നിങ്ങൾ ഒരു നല്ല പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നതിലൂടെ. ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ 2ാമത്തെ രീതിയാണ് നമ്മുടെ മാതൃകാപരമായ ജീവിതം. ഈശോയെ തന്നെ എടുക്കാം നമുക്ക്. തൻ്റെ ജീവിതത്തിലൂടെ പിതാവായ ദൈവത്തിന് സാക്ഷ്യം വഹിച്ച ഈശോയെ പോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ വേണം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്, മാതൃകാപരമായ ജീവിതമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പഠിപ്പിച്ചാലും അത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അത് ഏറ്റവും സത്യസന്ധമായി മാറുന്നത്. നമ്മുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലുമുള്ള നമ്മുടെ പെരുമാറ്റം കണ്ടിട്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ അറിയാൻ ഇടയാകുന്ന വിധം നന്മയുടെ ഒരു ജീവിതം നയിക്കുന്നവരാവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദ്യമായ പെരുമാറ്റം, മാന്യമായ ഇടപെടലുകൾ, ഇതിലൂടെയെല്ലാം നാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ എവിടെയായിരുന്നാലും, നമ്മുടെ തൊഴിൽ മേഖലകളിലും, നമ്മൾ ഏതെല്ലാം സേവന മേഖലകളിലായിരുന്നാലും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ശുശ്രൂഷയായി കണ്ടു പൂർത്തിയാക്കണം. ഇതിലൂടെ ഈശോയുടെ മറ്റൊരു മുഖമാകാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ 3ാമത്തെ ഒരു രീതിയാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ളത്. ഏകരക്ഷകനായ ഈശോയെക്കുറിച്ചും അവിടുന്ന് നൽകിയ രക്ഷയെക്കുറിച്ചും നാം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ സദാ സന്നദ്ധരായിരിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ഈശോയുടെ രക്ഷ അറിയുവാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. ഇത് ഓരോ ക്രൈസ്തവൻ്റെയും അടിസ്ഥാന കടമയാണ്. നമ്മുടെ വരും തലമുറകളിലേക്ക് ഈശോയെ അറിയാത്തവരിലേക്ക് വിശ്വാസ നിക്ഷേപം പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. വിശ്വാസം പരസ്യമായി ഏറ്റുപറയുക എന്നുള്ളതാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഈ ധൈര്യമാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുക. ഈ ധൈര്യമാണ് ക്രിസ്ത്യാനിയായിരിക്കെ നമുക്കും വേണ്ടത്. ക്രൈസ്തവ ജീവിത സാക്ഷ്യത്തിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട തലമാണിത്. വിശ്വാസം പരസ്യമായി മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തെ ഭയന്നല്ല, നമ്മുടെ ചുറ്റുപാടിലെ, നമ്മുടെ സാഹചര്യങ്ങളിലെ തീവ്രത അളന്നുകൊണ്ടല്ല, ഏതൊരവസരത്തിലായാലും, അത് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ വിശ്വാസത്തെ ഒരേപോലെ പരസ്യമായി ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം അതിൻ്റെ 3ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ടും സഹോദര്യത്തിൻ്റെ പങ്കുവയ്ക്കലിലൂടെ അത് ജീവിച്ചുകൊണ്ടും
ആരാധനാക്രമത്തിലും പ്രാർത്ഥനയിലും ആഘോഷിച്ചുകൊണ്ടുമാണ് തലമുറകളിലേക്ക് വിശ്വാസ നിക്ഷേപം പകർന്നു കൊടുക്കേണ്ടത് എന്നാണ്. ഇനി ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ രീതിയിൽ അടുത്തതാണ് നമ്മുടെ കൗദാശിക ജീവിതം. ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയാണിത്. നല്ല ക്രൈസ്തവനായിരിക്കുക എന്നാൽ അതിന്റെ അർത്ഥം നന്നായി കൗദാശിക ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കുക എന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളെ നിരന്തരം വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവിക ജീവനിൽ വളരുന്നതിന് ഈ കൗദാശിക ജീവിതം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കൂദാശകളുടെ കൂദാശിയായ പരിശുദ്ധ കുർബാനയിലെ സജീവമായ ഭാഗഭാഗിത്വം, മുടക്ക് വരുത്താതെ അടുത്തടുത്തുള്ള കൂദാശകളുടെ സ്വീകരണം, നാം പഠിച്ചതുപോലെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഞായറാഴ്ച ആചരണം, നമുക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയ യാമപ്രാർത്ഥനകൾ ഏറ്റവും ഭക്തി നിർഭരമായി ചൊല്ലുന്നതിലൂടെ, കൂദാശ അനുകരണങ്ങളിലൂടെ, അതുപോലെ മുടക്കമില്ലാതെ ശ്രേഷ്ഠതയോടെ നാം നടത്തുന്ന കുടുംബ പ്രാർത്ഥനകളിലൂടെ എല്ലാം കൗദാശിക ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ നമുക്ക് സാധിക്കും. ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ അടുത്ത രീതിയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ വർഷവും മുൻ വർഷങ്ങളിലുമെല്ലാം പലപ്പോഴായി നാം പഠിക്കുന്നതും മനസ്സിലാക്കിയതുമാണ്. ക്രിസ്ത്യാനിയായിരിക്കുക എന്നുള്ളതിൻ്റെ മറ്റൊരു വശം തന്നെയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാവുക എന്നുള്ളത്. വേദനിക്കുന്നവരെയും ദുഃഖിതരെയും അഗതികളെയും അവശരെയും ഈശോയുടെ നാമത്തിൽ സഹായിക്കുന്ന പ്രവർത്തികളാണ് നാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ ഈശോ നമ്മോട് പറഞ്ഞതുപോലെ ആവശ്യക്കാർക്ക് നല്ല അയൽക്കാരനാകുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ സുവിശേഷത്തിന് അനുസൃതമാകുന്നത്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതിലൂടെ, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നതിലൂടെ, രോഗികളെ ആശ്വസിപ്പിക്കുന്നതിലൂടെ, തടവുകാരെ സന്ദർശിക്കുന്നതിലൂടെ, പരദേശികളെ സ്വീകരിക്കുന്നതിലൂടെ എല്ലാം നിങ്ങൾ എനിക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഈശോ നമ്മോട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തികൾ വഴി നമ്മൾ ഈശോയ്ക്ക് സാക്ഷികളായി തീരുകയാണ് ചെയ്യുന്നത്. അതുവഴി ജാതി മത ഭേദമന്യേ എല്ലാവരും ഈശോയുടെ സ്നേഹം അറിയാനും അനുഭവിക്കാനും ഇടയാകുന്നു. നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അഗതി മന്ദിരങ്ങൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കുടുംബം, ഇടവക, വ്യക്തി, സമൂഹം എന്നീ തലങ്ങളിലൂടെയെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളാകാൻ ശ്രമിക്കണം. ഇനി ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ അടുത്ത ഒരു രീതിയാണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, നമ്മുടെ സമൂഹം ദുഷിച്ചതും തിന്മ നിറഞ്ഞതുമായ ഒരുപാട് വ്യവസ്ഥിതികളും ആശയങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. അവിടെ നാം ജീവിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താനും സുവിശേഷ മൂല്യങ്ങൾക്കായി നിലകൊള്ളാനും ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം, ചൂഷണം, അടിച്ചമർത്തലുകൾ, വേർതിരിവുകൾ എന്നിവയെ ഇല്ലാതാക്കാനും ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്തമുണ്ട്. ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന് പറയുന്നത് വിശ്വാസം സ്വീകരിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാതെ പ്രാർത്ഥനയിൽ മാത്രം ചിലവഴിക്കുന്ന ഒരു വ്യക്തിയല്ല. ഈശോ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായ പോലെ, ഈശോ സമൂഹത്തിൻ്റെ കണ്ണീരൊപ്പിയ പോലെ സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ സംസാരിക്കാനും പ്രതികരിക്കാനും ഒരു ക്രൈസ്തവന് കടമയുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ സുവിശേഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ഇടപെട്ട് ഒരു നല്ല സമൂഹത്തിൻ്റെ നിർമ്മാണത്തിനായി നാം പ്രവർത്തിക്കണം. ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും നന്മയ്ക്ക് വേണ്ടി മാത്രം നിലകൊണ്ട് സമൂഹത്തിനെ പരിവർത്തനം ചെയ്യുവാൻ ഓരോ ക്രൈസ്തവനും കടമയുണ്ട്. അതാണ് യഥാർത്ഥ ക്രൈസ്തവ സാക്ഷ്യമായി മാറുന്നത്. ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ രീതികളിൽ ഏറ്റവും അവസാനത്തേതും ഏറെ മഹനീയവും ബുദ്ധിമുട്ടേറിയതുമാണ് സഹനജീവിതവും രക്തസാക്ഷിത്വവും. നമുക്കറിയാം, ഈശോയുടെ കൂടെ ചേർന്നാൽ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം എന്നിവയല്ല ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുരിശും എടുത്തേ മതിയാകൂ എന്ന്. അതെ, ഈശോയും ശിഷ്യന്മാരും വിശുദ്ധരുമെല്ലാം അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് ഇതാണ്. വിശ്വാസ ജീവിതം ഒരിക്കലും നമ്മുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ റെഡിയാക്കാനുള്ള ഡിമാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു കുറുക്ക് വഴിയാകരുത്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് സത്യദൈവത്തെ അറിഞ്ഞ് ഭൂമിയിലെ തീർത്ഥാടനത്തിലൂടെ നിത്യജീവനിലേക്ക് പോകുന്ന ഒരു വലിയ രഹസ്യമാണ്.
അവിടെ സഹനങ്ങൾ അതിൻ്റെ സന്തത സഹചാരിയാണെന്ന് ഈശോയും ശിഷ്യന്മാരും പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധരും നമ്മെ പഠിപ്പിക്കുന്നു. ഈശോയോട് നമ്മൾ എന്തോരം അടുക്കാൻ തുടങ്ങുന്നുവോ അത്രത്തോളം സഹനങ്ങൾ ഉണ്ടാവുക തികച്ചും സ്വാഭാവികമാണ്. മിശിഹായുടെ സ്നേഹത്തെ പ്രതി ഈ സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം പൂർണ്ണമാകുന്നത്. പല വിശുദ്ധരും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ സഹനങ്ങളിൽ, അവരുടെ വേദനകളിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയും അത് ഈശോയെ പ്രതി സ്നേഹത്തോടെ ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. ക്രിസ്തീയ സഹനത്തെ ഒരു അനുഗ്രഹമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത് പൗലോസ്ലീഹ വ്യക്തമായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. മിശിഹായിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തീയ സഹനം ഒരു ക്വാളിറ്റിയാണ്, ഒരു യോഗ്യതയാണ്. ഇതിനും ദൈവവചന ഭാഗത്തിൽ നിന്നുള്ള വ്യക്തമായ ഉത്തരമുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 5-ാം അധ്യായത്തിൽ 41-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവരാകട്ടെ ഈശോയുടെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ടാണ് സംഘത്തിന്റെ മുൻപിൽ നിന്നും പുറത്തു പോയതെന്ന്. ഇനി ക്രിസ്തീയ സഹനം ഒരു ഭാഗ്യമാണ്. വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഈശോയുടെ വചനത്തിലൂടെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതായത് ഈശോയുടെ രക്ഷാകര പ്രവൃത്തിയിലുള്ള ഒരു ഭാഗ്യത്വമാണ് ക്രിസ്തീയ സഹനം എന്നുള്ളത്. അതുവഴി സഹനത്തിന് ഒരു പുതിയ അർത്ഥം കൈവരുന്നു. ഇത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം 1521-ാമത്തെ ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നതാണ്. ഈശോ നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തിയിലുള്ള നമ്മുടെ പങ്കുചേരലാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിലൂടെ നാം ഏറ്റെടുക്കുന്ന സഹന ജീവിതമെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് രോഗങ്ങളോ സാമ്പത്തിക സാഹചര്യങ്ങളോ സാമൂഹിക സാഹചര്യങ്ങളോ എല്ലാം നമ്മെ പ്രതിസന്ധിയിലാക്കുമ്പോൾ അത് ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും മഹനീയ മാതൃകയാണെന്ന് മനസ്സിലാക്കി അതിനെ മുന്നോട്ടെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും ദീർഘായുസ്സും മാത്രമല്ല ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ അളവുകോലെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ഈ ക്രിസ്തീയ സഹനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സാക്ഷ്യമാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങളും നഷ്ടങ്ങളും രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ത്യജിക്കേണ്ടി വന്നേക്കാം, ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്നേക്കാം, ചിലത് നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. ഇതെല്ലാം ഓരോ തരത്തിൽ രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ എല്ലാം ഏറ്റവും മഹനീയമായിട്ടുള്ള സാക്ഷ്യമായി ഒരു പക്ഷേ വിശ്വാസത്തിനെ പരസ്യമായി ഏറ്റുപറയാനും സംരക്ഷിക്കാനും നമ്മുടെ ജീവിതം തന്നെ നമുക്ക് സമർപ്പിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം. അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉന്നതമായ സാക്ഷ്യമാണ്. സഭയുടെ ആദ്യകാല ചരിത്രം രക്തസാക്ഷികളുടെ ചരിത്രമാണെന്ന് നമുക്കറിയാം. മതമർദ്ദനത്തിലൂടെയും പലവിധ പീഡനങ്ങളിലൂടെയും സഭ കടന്നുപോയപ്പോൾ അതെല്ലാം ഈശോയെ പ്രതി ഏറ്റെടുക്കാൻ സന്തോഷിച്ച ശിഷ്യന്മാരെയും ആദിമ സഭാ സമൂഹത്തെയും നമുക്കറിയാം. അവരെ പോലെ സഹനങ്ങളുടെയും പീഡനങ്ങളുടെയും മുൻപിൽ തളരാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും ദൈവിക ശക്തിയിൽ നാം നിറയുമ്പോൾ നമുക്കും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ശക്തി ലഭിക്കും. നമ്മുടെ സാഹചര്യങ്ങളും സമൂഹവും നമ്മെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ഒരുപക്ഷെ വിശ്വാസം ഏറ്റുപറയാൻ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിശ്വാസം മൗനമായി കൊണ്ടു നടക്കുക എന്നുള്ളതല്ല ഒരു ക്രൈസ്തവന്റെ കടമ. സാഹചര്യങ്ങൾ എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തെ പരസ്യമായി പ്രഖ്യാപിക്കാനും സാക്ഷ്യം നൽകാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് പൊതുസമൂഹത്തിൽ ഏറ്റുപറയുവാനും നമുക്ക് സാധിക്കണം. അതിൽ നിന്ന് ലഭിക്കുന്ന സഹനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങാൻ സ്ഥൈര്യമുള്ളവരായിരിക്കണം. അതിനായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴായി നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നാം ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിനാണ് യഥാർത്ഥത്തിൽ എന്നുള്ളത്. ഈ 12 വർഷത്തെ വിശ്വാസ പരിശീലനം കഴിഞ്ഞ് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് വ്യക്തമായ ഉത്തരം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കണം. ആ ഉത്തരമാണ് ഇത്. നാം ഭൂമിയിലായിരിക്കുന്നത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഏത് കാര്യങ്ങൾക്ക് വേണ്ടി? ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നന്മ ചെയ്യാൻ, അവസാനമായി അതിലൂടെ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനിലേക്കും സ്വർഗഭാഗ്യത്തിലേക്കും നടക്കുവാനും. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥമായ യുകാറ്റിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്.
അതായത് ഈ ഭൂമി നമുക്കൊരു തീർത്ഥാടന ജീവിതമാണ്. അതിലൂടെ മിശിഹായിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിലും നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും, അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. വരാനിരിക്കുന്ന നിത്യജീവനെക്കുറിച്ചും അന്തിമ ദിവസത്തെക്കുറിച്ചുമാണ് ഇവിടെ സൂചന നൽകുന്നത്. അങ്ങനെ നമ്മുടെ വിശ്വാസ പരിശീലനം ഔദ്യോഗികമായി ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ അത് അവസാനിപ്പിച്ചു എന്നുള്ളതല്ല, ഇനി നാം അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതുമാണ്. നിങ്ങളെല്ലാവരും ഓരോ വിശ്വാസ പരിശീലകരായി തീരുകയാണ്. ഈ വർഷം മുതൽ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് ഈശോയുടെ സാക്ഷികളായിക്കൊണ്ട് ഈശോയുടെ വിശ്വാസം പകർന്നു കൊടുക്കുന്ന വിശ്വാസ പരിശീലകരാകുവാൻ നിങ്ങൾ തയ്യാറെടുക്കേണ്ട നിമിഷങ്ങളാണ് ഇനി. ഞാൻ ഈശോയുടെ സാക്ഷിയാണ് എന്ന് ഉത്തമമായ ബോധ്യത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുക്കേണ്ട സമയം. ഈശോയുടെ സാക്ഷിയായി എങ്ങനെ ജീവിക്കാമെന്ന സന്ദേശമാണ് ഈ 12 വർഷത്തെ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈശോ നൽകുന്നത്. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു വചനം നമുക്ക് ശ്രമിക്കാം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഈ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ലോകത്തിൽ എവിടെയായിരുന്നാലും നമ്മുടെ പഠനത്തിന് ശേഷം ജോലി സംബന്ധമായി നിങ്ങളെല്ലാവരും പല പല നാടുകളിലേക്ക്, പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നവരാണ്. ചിലർ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കും, മറ്റു ചിലർ കേരളത്തിന് പുറത്തായിരിക്കും, ചിലർ ഇന്ത്യക്ക് പുറത്തായിരിക്കും. അങ്ങനെ വിവിധ ജോഗ്രഫികളിലേക്ക് പോകാനിരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. നമ്മൾ എവിടെയായിരുന്നാലും ശരിയായ കത്തോലിക്ക കൗദാശിക ജീവിതം നയിച്ചുകൊണ്ട്, സുവിശേഷം മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട്, ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കുകൊണ്ടുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷികളാകുവാൻ നമുക്ക് സാധിക്കണം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു വരദാനമാണ് ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് എന്ന അവബോധം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. അതാണ് ഒരു ക്രൈസ്തവൻ്റെ ഏറ്റവും പ്രധാന കർത്തവ്യം. അതുകൊണ്ട് ഈ വിശ്വാസ പരിശീലനം ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് ചില ബോധ്യങ്ങളിൽ സ്ഥൈര്യമുള്ളവരായിരിക്കാം. ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നത് ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് നന്മ ചെയ്ത് അവിടുത്തോട് അനുരൂപപ്പെട്ട് സ്വർഗത്തിൽ എത്തിച്ചേരാനാണ്. ഈശോ പിതാവായ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചതുപോലെ മാമോദീസ സ്വീകരിച്ച നമ്മുടെ കടമയാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. വിശ്വാസത്തെ പ്രതി എനിക്കുണ്ടാകുന്ന സഹനങ്ങൾ ക്രിസ്തീയ രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമായി ഞാൻ സ്വീകരിക്കും. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞാൻ ഈശോയ്ക്ക് സാക്ഷിയായിരിക്കും. ഈ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ ഒപ്പം സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകളും തളർച്ചകളുമല്ല നമ്മൾ ദൈവാനുഗ്രഹത്തിൻ്റെ അളവുകോലായി എടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സമ്പത്തല്ല, നമുക്ക് ലഭിക്കുന്ന സാലറി അല്ല, നമുക്ക് ലഭിക്കുന്ന ആരോഗ്യമല്ല ഒരിക്കലും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അളവുകോലായി എടുക്കേണ്ടത്. ഇതെല്ലാം ജീവിതത്തിൽ സ്വാഭാവികമായ സഹനങ്ങളാണ്. അവയെല്ലാം ഒരു യോഗ്യതയാണ്, അവയെല്ലാം ഒരു അനുഗ്രഹമാണ്, അവയെല്ലാം ഒരു ഭാഗ്യമാണ്. ഈ അവസരങ്ങളെല്ലാം ഈശോയോട് ചേർന്ന് നിൽക്കാനും ആ സഹനത്തെ ഈശോയുടെ കുരിശുമരണത്തോട് ചേർത്ത് ആക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുമ്പോഴാണ്, സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാക്ഷികളാകുക, ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് അനുരൂപപ്പെടുക. എല്ലാവർക്കും ആശംസകൾ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.